2.5 നൂറ്റാണ്ടിന് ശേഷമാണ് തിരുനാവായയിൽ മഹാമക ഉത്സവം അരങ്ങേറുന്നത്. ഈ അവസരത്തിൽ ഒട്ടേറെ വിശിഷ്ട വ്യക്തികളാണ് ഓരോ ദിവസവും തിരുനാവായയിലെത്തുകയും പുണ്യസ്നാനം നിർവഹിക്കുകയും ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൻ്റെ മുൻ DGP ആയ TP സെൻകുമാർ തിരുനാവായയിലെത്തി നിളയിൽ സ്നാനം ചെയ്തു. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. സാറേ, എന്തൊക്കെയാണ് അത് ഒന്ന്, ഇതുവരെ ഉണ്ടായിരുന്ന നമ്മളെയൊക്കെ പഠിപ്പിച്ചിരുന്ന ചരിത്രങ്ങൾ സത്യത്തിൽ എന്താണെന്നുള്ള ആ സത്യത്തിലേക്കുള്ള ഒരു വഴിത്തിരിവാണ് ഇത്. നമ്മളെ പഠിപ്പിച്ചിരുന്ന മാമാങ്കങ്ങൾ ശരിയായിരുന്നില്ല എന്നും അതിലുപരിയായിട്ട് വളരെയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ളതും പഠിപ്പിച്ചിരുന്നു. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു വലിയ ഭാഗങ്ങൾ പുറന്നു വരുന്നു. പിന്നെ ഇത് ഇത് അടഞ്ഞുപോയത് ബ്രിട്ടീഷുകാരുടെ കാലത്തും പിന്നീട് അതിന് ശേഷവും. അപ്പോൾ അതൊരു വലിയ ഹൈന്ദവ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു നാന്ദിയും കുറിക്കുകയാണ്. കാരണം വളരെ വലിയ ജനങ്ങളുടെ ഇടയിൽ ഒരു ഇതിനെപ്പറ്റി ഒരു വലിയ സംസാരം ഉണ്ടാകുന്നതിനും ഇവിടേക്ക് വരുന്നതിനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനും ഇനി ഉണ്ടാകുന്ന വർഷങ്ങളിൽ തീർച്ചയായിട്ടും ഇതിലും വളരെയധികം കൂടുതൽ ഒരു കുംഭമേള പോലെ തന്നെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നതിനും വളരെയധികം സാധ്യതകൾ ഉണ്ടാകുകയാണ്. അത് തീർച്ചയായിട്ടും ഇവിടെ വളരെ മോശമായിക്കൊണ്ടിരുന്ന ഒരു പക്ഷേ പല വിഭാഗങ്ങളാൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന ഹൈന്ദവ വിഭാഗത്തിന് ഇതൊരു വലിയ ബൂസ്റ്റാണ്. അതോടൊപ്പം ഇപ്പം ഞാനിപ്പോൾ വന്നതിൻ്റെ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വരിക ഒരു 2-3 ഡിപ്പ് എടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ ആയിട്ട് ആനന്ദവനം മഹാമണ്ഡലേശ്വര സ്വാമിജിക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തവരുണ്ട്. അവർക്കെല്ലാവർക്കും ഞങ്ങളും കൂടെയുണ്ട് എന്ന് കാണിച്ച് കൊടുക്കുക. അത് മനസ്സാൽ മാത്രമല്ല ശാരീരികമായും ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ആവശ്യമായിരുന്നു. അതാണ് ഞാനിപ്പോൾ സ്വാമിജിയായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പല പ്രതിസന്ധികളും ഇതിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ താൽക്കാലിക പാലത്തിന് അനുമതി നിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുംഭമേള തുടങ്ങിയതിന് ശേഷവും ഇതുവരെ അനുമതി ലഭിച്ചില്ല. ഇന്നലെ ഹൈക്കോടതി ഇടപെടേണ്ട ഒരു സാഹചര്യം പോലുമാണ്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ തിരുപ്പറംകുன்றത്തിലൊക്കെ നടന്നതുപോലെയുള്ള ഹൈക്കോടതിയുടെ ഇടപെടലിന് ശേഷവും അവിടെ പല കാര്യങ്ങളും നടക്കാതിരുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് ടീത്തിങ് പ്രോബ്ലംസ് എന്ന് പറയില്ലേ നമ്മൾ, ആ ടീത്തിങ് പ്രോബ്ലംസാണ്. അടുത്ത വർഷം മുതൽ അവർക്ക് മനസ്സിലാകും അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലക്ഷണമൊത്ത ഹിന്ദു വിരുദ്ധൻ, അത് അങ്ങനെ ഒരു പലരുമുണ്ട്. അത് ഹിന്ദു വിരുദ്ധത ഏതായാലും ഹിന്ദുവിൻ്റെ എല്ലാം നടക്കണം. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കിയാൽ അങ്ങനെയുള്ള വിരുദ്ധത പലയിടത്തും നടത്തിയവരെല്ലാവരും ശബരിമലയായാലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും മാറി നേരെ വരികയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ ചെഗുവേരയുടെ ചിത്രവും വിപ്ലവഗാനങ്ങളുമായിട്ടുണ്ടായിരുന്നവർ ഇപ്പോൾ ഭക്തിഗാനങ്ങളുമായിട്ട് മാറിയിരിക്കുകയാണ്. കോമ്പറ്റീഷനാണ് ഇപ്പോൾ ഭക്തിഗാനങ്ങളിൽ. അപ്പോൾ ആ രീതിയിൽ മാറുകയാണ്. അപ്പോൾ ഈ ജനതയ്ക്ക് ഒട്ടാകെ ഊർജം പകരുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ മഹാമണ്ഡലേശ്വരൻ്റെ സ്വാമിജിയുടെ നേതൃത്വത്തിൽ എല്ലാവരും ചെയ്യുന്നതിന് ഞങ്ങളാൽ ആകുന്ന ഞങ്ങളുടെ സപ്പോർട്ട് കൃത്യമായിട്ട് കൊടുക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്ന്. കേരളത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒരു സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കാനുള്ള ശ്രമമായിട്ട് നമുക്കിതിനെ നോക്കിക്കാണാം. കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഒരു 70 മുതൽ ഇങ്ങോട്ട് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തിരിച്ചുപോക്കാണോ ഇപ്പോൾ കാണുന്നത്? തീർച്ചയായിട്ടും തെക്കൻ കേരളത്തിലിത് പലയിടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വടക്കൻ കേരളത്തിലിത് ഇവിടുന്നൊരു തുടക്കം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ തിരുനാവായയിൽ വളരെ പ്രധാനപ്പെട്ട നമ്മളറിയുന്ന നവമുകുന്ദ ക്ഷേത്രമുള്ള ഇവിടെ ഇത് നടക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രകൃതി എല്ലാം കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന നല്ലതായിട്ട് വെള്ളമുണ്ട്. മുങ്ങി കുളിക്കുന്നതിന് ആൾക്കാർക്ക് വളരെ സൗകര്യമുണ്ട്. ഇനി അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസും PWDയും ബാക്കി എല്ലാവരും വന്ന് പരിശോധിച്ചിട്ടുണ്ട്. അവർ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അത് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും അവർക്ക് ഇങ്ങനെ ഒരു പാലം കെട്ടുകയാണെങ്കിൽ വേണ്ട സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് പ്രൊസീജിയർ ഉണ്ടാകും.
അപ്പോൾ അത് അനുസരിച്ച് ചെയ്തു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ആദ്യത്തെ വർഷമാകുമ്പോഴുണ്ടാകുന്നത്. അടുത്ത വർഷം മുതൽ എനിക്ക് തോന്നുന്നു അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്കറിയാമല്ലോ മുൻകൂട്ടി ഇന്നതാണ് വേണമെന്നുള്ളത്. അപ്പോൾ ഇതൊരു നല്ലൊരു കാൽവെപ്പാണ്, മുന്നോട്ടുള്ളൊരു നല്ലൊരു കാൽവെപ്പാണ്. അടുത്ത വർഷങ്ങളിലേക്ക് ഇത് തികച്ചും നന്നായി വരും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്.